യെസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ചധികം തിരക്കുകളിലായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് വരാതിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ നമ്മൾ മിസ് ചെയ്തിരുന്നു, ഒന്നും കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ല. ഇനി എന്തായാലും തുടർന്ന് നല്ല രീതിയിൽ വീഡിയോസ് മുമ്പോട്ട് വരുന്നതൊക്കെ ആയിരിക്കും. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രമായ നേര് എന്ന ചിത്രത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായമാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. വെൽക്കം ടു ഷിൻമോ ഷായ്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു അതുല്യ കോംബോയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും അതേ ഒരു മാജിക്ക് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഡിസംബർ മാസത്തിൽ വന്നിരിക്കുന്നത്. 2013 ഡിസംബറിലായിരുന്നു ദൃശ്യം എന്ന് പറയുന്ന ചിത്രം റിലീസായിരുന്നത്. ദൃശ്യത്തിൻ്റെ 2ാം ഭാഗം വന്നു. അതുപോലെ തന്നെ 12th മാൻ എന്ന് പറയുന്ന ചിത്രം വന്നു. അതുപോലെ തന്നെ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകളിൽ ഒരു റാം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ നേരെ എന്ന് പറയുന്ന ചിത്രം വരുന്നത്. ഒരു പക്ക ഒരു കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ് ഇവർ ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ചിത്രം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ വളരെ എൻഗേജിങ് ആയിട്ട് 2-2.5 മണിക്കൂർ നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഒരു മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു പുതിയ അനുഭവം, ഒരു കോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന അതുപോലെ തന്നെ കോർട്ടിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ചിത്രത്തിന് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 2-2.5 മണിക്കൂർ നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഡയറക്ടറിനും അതുപോലെ തന്നെ പെർഫോമൻസ് കൊണ്ട് അനശ്വരയും ലാലേട്ടനും പ്രിയാമണിയും എല്ലാവരും തന്നെ ആരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായ രീതിയിലാണ് ഇതിനകത്ത് പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഈ വർഷത്തെ അവസാനം ഈ 2023 തീരുമ്പോൾ വളരെ നല്ലൊരു ഹിറ്റ് തന്നുകൊണ്ട് തന്നെയാണ് തീർക്കുന്നതെന്ന് തന്നെ പറയാം. ശാന്തി മായാദേവിയാണ് ഇതിൻ്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് നമ്മുടെ ദൃശ്യം 2-ൽ വക്കീലായിട്ട് വന്ന ആ ലേഡിയാണ് ഇവിടെ തിരക്കഥ കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ ശാന്തി മായാദേവി ഈ ചിത്രത്തിൽ ഒരു മേജർ ഒരു കഥാപാത്രത്തിനെ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ശാന്തി മായാദേവി ഒരു വക്കീലായതുകൊണ്ട് തന്നെ ആ കോർട്ടിൽ നടക്കുന്ന പ്രൊസീജിയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഇതിനെ ഈ സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ കോർട്ടിൻ്റെ രീതികൾ എങ്ങനെയാണ്, പ്രൊസീജിയർ പോകുന്ന രീതികൾ എങ്ങനെയാണ്, കോർട്ടിൽ എത്രത്തോളം സംസാരിക്കാൻ പാടില്ല, എങ്ങനെയാണ് ഓരോ തെളിവുകൾ ഹാജരാക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു ശ്യാമാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജിത്തു ജോസഫിൻ്റെ സിനിമകൾ കാണുന്ന ഒരു പ്രേക്ഷകർക്കറിയാം അതിലൊരു ഒഴുക്കുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒരു ഒഴുക്കുണ്ട്. അത് ഒരു യുണീക്ക് ഫീല് തരുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ സിനിമകളും എടുത്ത് നോക്കിയോളൂ, ഒരു യുണീക്ക് ഫീല് അതിൻ്റെ അകത്തുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ നല്ല രീതിയിൽ അതിനെ അപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. വളരെ മികച്ച രീതിയിലാണ് അതിനെയും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അകത്തെ പെർഫോമൻസുകളാണ്. സിദ്ദിഖിക്ക അതുപോലെ തന്നെ അനശ്വര, ഇവർ രണ്ടുപേരും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ തകർത്തിട്ടുണ്ട്. അനശ്വര എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അനശ്വരയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് കഥാപാത്രം അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാരക്ടറിനെ ആയിരിക്കും ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുപോലെ അതിനെ ആ ഒരു ക്യാരക്ടറിനെ നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖ് ഒന്നും പറയാനില്ല. ചില സമയങ്ങളിലൊക്കെ നമുക്ക് കയറി അടിക്കാൻ തോന്നുന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു വലിയൊരു ക്യാരക്ടറൈസേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല, ആസ് യൂഷ്വലായിട്ടുള്ള കാണുന്ന ഒരു കഥാപാത്രം മാത്രമാണെന്ന് സിദ്ദിഖൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ എഴുതപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് അത്രയും ഫീല് തരുന്നത്. അത് പെർഫോമൻസ് ചെയ്തുകൊണ്ടാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. അവസാനമായി ലാലേട്ടൻ, എവിടെയോ ഉറങ്ങിക്കിടന്ന ലാലേട്ടൻ ഫാനിനെ ചാടി എഴുന്നേറ്റ് വെളി വന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പഴയ ലാലേട്ടൻ പോയി, ഇപ്പം കാലിബറില്ല, കണ്ണുകൊണ്ട് അഭിനയിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല. ലാലേട്ടനിലെ ആ ആക്ടറിനെ പുറത്ത് കൊണ്ടുവരുന്ന സിനിമകളും കഥാപാത്രങ്ങളും ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ അത് കറക്റ്റ് മീറ്ററിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ലാലേട്ടനെ കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ലാലേട്ടനെ സ്ക്രീനിൽ കാണിക്കാത്തൊരു സെക്ഷനിൽ പോലും ലാലേട്ടൻ എന്ത് ചെയ്യുന്ന
നമ്മുടെ കണ്ണുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ആ ഒരു ഓറ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടിയല്ല, 46 വർഷമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സ്ക്രിപ്റ്റും കറക്റ്റ് ക്യാരക്ടറിലും വന്ന് വീണ് കഴിഞ്ഞാൽ പുള്ളി ഒരു മാജിക് കാണിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു എടുത്തു പറയുന്ന ഒരു ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് ഒരു സാധനമുണ്ട്. അതുവരെ പൂച്ചയായിട്ടിരുന്ന ഒരാൾ കയറി സ്കോർ ചെയ്യുന്നൊരു സീനുണ്ട്. എവിടെ നിന്നൊക്കെയാണ് രോമം എഴുന്നേറ്റതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു സാധനമായിരുന്നു അത്. ആ ഡയലോഗ് ഡെലിവറിയും ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. എന്തായാലും ഈ ക്രിസ്മസ് അവധിക്കാലം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു ഗംഭീര ചിത്രം തന്നെയാണ് നേരെന്ന് പറഞ്ഞ ചിത്രം. ജിത്തു ജോസഫ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്ന ഒരു ത്രില്ലർ ചിത്രമൊന്നുമല്ല, മുമ്പത്തെ ചിത്രങ്ങളെപ്പോലെ ഒരു ത്രില്ലർ ചിത്രമല്ല, ഇതൊരു ഇമോഷണൽ ഡ്രാമ ചിത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇമോഷണൽ ഡ്രാമ ചിത്രമാണെങ്കിൽ കൂടി ഇതിൽ ഒരുപാട് ത്രില്ലിങ് എലമെൻസ് ഉണ്ട്. ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം ഇരിക്കുന്നത്. അല്ലാതെ ഒരു കോടതി സെക്ഷനിൽ ബോറടിച്ച് പോകേണ്ട പല സീനുകളിലെയും അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ചിത്രത്തിൻ്റെ ഓരോ സ്ക്രീൻ പ്ലേ കൊണ്ടും ഇതിൻ്റെ ഡയറക്ഷൻ സെക്ഷൻ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ മിസ്സാക്കാതെ കാണാൻ പറ്റിയ ഒരു അടിപൊളി ചിത്രമാണ്. അടിപൊളി ലാലേട്ടൻ ചിത്രമാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. പോയി കുടുംബസമേതം കാണുക. ചിത്രം ഓൾറെഡി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.